ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ EPF അക്കൗണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ EPF അക്കൗണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ EPFOയുടെ മിക്ക ഓൺലൈൻ സേവനങ്ങളും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. നമ്മുടെ KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണം പിൻവലിക്കുന്നതിനുള്ള അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുകയും പണം പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും. KYC ഇല്ലാത്ത അക്കൗണ്ടുകളിൽ കാലതാമസം ഉണ്ടാകാനും സാധ്യതയുണ്ട്. KYC അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ സുരക്ഷ ഉറപ്പാക്കുകയും അതുപോലെ തന്നെ പണം പിൻവലിക്കുന്നത്, നമ്മൾ ജോലി മാറുമ്പോൾ നമ്മുടെ PF അക്കൗണ്ട് പുതിയ തൊഴിലുടമയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിന് സഹായിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് EPF അക്കൗണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. EPFOയുടെ ഓൺലൈൻ സേവനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് EPF ഹോം പേജ് വഴിയാണ്. EPF ഹോം പേജ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ട ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങളുടെ UAN ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ UAN നമ്പർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. ശേഷം നമുക്ക് ഇവിടെ UAN നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ UAN നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് താഴെയായിട്ട് കൊടുത്തുള്ള ആ ഒരു കോഡ് നമ്പർ അതിന് താഴെയുള്ള കോളത്തിൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP സെൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് വൺ ടൈം പാസ്വേഡ് എന്നുള്ള അതിന് നേരെയുള്ള ആ ഒരു കോളത്തിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, അത് അതിന് താഴെയുള്ള കോളത്തിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഹോം, വ്യൂ, മാനേജ്, അക്കൗണ്ട്, ഓൺലൈൻ സർവീസസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അതിൽ വ്യൂ എന്നുള്ളതിൽ പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഡീറ്റെയിൽസിൻ്റെ വലതുവശത്തായിട്ട് ആ ഒരു പെന്നിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടവർക്ക് ഇവിടുന്ന് എൻ്റർ ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ മുകളിലുള്ള മാനേജ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് KYC എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ അതിനൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ബാങ്ക്, പാന്, പാസ്പോർട്ട് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഏതാണെന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആദ്യം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അവിടെ ഒന്നാമതായിട്ട് കൊടുത്തുള്ളത് നമ്മുടെ നെയിമാണ്, നെയിം ആസ് പെർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്, അതായത് നമ്മുടെ PF പാസ്ബുക്കിലുള്ള അതുപോലെ തന്നെ അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം അടുത്ത കോളത്തിലുള്ളത് ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൺഫേം ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പർ മുകളിൽ കൊടുത്ത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ബാങ്ക് IFSC എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ് നമ്മുടെ പാസ്ബുക്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു IFSC കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ വലതുവശത്ത് ഇതുപോലെ നമുക്കൊരു വെരിഫൈ IFSC എന്നുള്ളൊരു ബട്ടൺ എനേബിളായി വരുന്നത് കാണാം. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു IFSC കോഡ് വെച്ചിട്ടുള്ള ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ താഴത്ത് ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമ്മൾ കൊടുത്തുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലേ എന്നുള്ളത്, നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള ആ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സേവ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അതോടുകൂടെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP SMS ആയി വന്നിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു OTP എന്നുള്ള ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വന്നുള്ള ഒരു OTP കോഡൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു പേജിലോട്ട് തന്നെ റീഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും.
അവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യാനുള്ളത് പാൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ പാൻ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മുടെ നെയിം അവിടെ കാണാം. അതിനടുത്ത കോളത്തിൽ പാൻ എന്നുള്ളത് കാണാം. ആ ഒരു ഭാഗത്ത് നമ്മുടെ പാൻ കാർഡ് നമ്പർ നോക്കി നമ്മളവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സേവ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു പേജിലോട്ട് തന്നെ റീഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഒരു KYC ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത് പെൻഡിങ് വിത്ത് എംപ്ലോയർ ഫോർ ഡിജിറ്റൽ സൈനിങ് എന്നും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ അണ്ടർ പ്രോസസ്സ് എന്നൊക്കെയാണ് കാണുന്നത്. ഇനി ഇതിന് പകരം ഇവിടെ വെരിഫൈഡ് ആയി കഴിഞ്ഞാലാണ് നമ്മുടെ KYC അപ്ഡേഷൻ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ EPF അക്കൗണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.